കുന്നിൻ പ്രദേശമായ ഖൂം എന്ന സ്ഥലത്താണ് ഈ പ്രശസ്ത ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ് നഗരത്തിൽ നിന്ന് 6 കിമി അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇത് ഖൂം മൊണാസ്ട്രി എന്നും അറിയപ്പെടുന്നു. 1850 പ്രസിദ്ധനായ മംഗോളിയൻ ജ്യോതിഷനും സന്യാസിയുമായ സോഗോ ഷെരാബ് ഗ്യാറ്റ്സോ ആണ് ഈ മൊണാസ്ട്രിയുടെ പുറംഘടന നിർമ്മിച്ചത്. ഡാർജിലിംഗിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധമഠങ്ങളിൽ ഒന്നാണിത്. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഗെലുപ്പ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മൊണാസ്ട്രി. ടിബറ്റൻ അധിനിവേശത്തെ തുടർന്ന് പല ഉന്നത ടിബറ്റൻ ബുദ്ധമത നേതാക്കളും ഈ മൊണാസ്ട്രിയിൽ അഭയം തേടിയിരുന്നു. മൈത്രേയ ബുദ്ധന്റെ പ്രതിമ ഖൂം മൊണാസ്ട്രിയിലെ പ്രധാന ആകർഷണമാണ്. 57 മീറ്റർ 15 അടി ഉയരമുള്ള മൈത്രേയ ബുദ്ധന്റെ ഭാവി ബുദ്ധൻ പ്രതിമയാണ്. ടിബറ്റിൽ നിന്ന് കൊണ്ടുവന്ന കളിമണ്ണുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധമത ഗ്രന്ഥങ്ങളും ബുദ്ധന്റെ വചനങ്ങളായി കരുതുന്ന 108 വോളിയം കാമ്യൂർ ഉൾപ്പെടെയുള്ള അമൂല്യമായ കൈയെഴുത്തു പ്രതികളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മൊണാസ്ട്രിയുടെ ഉൾഭാഗം ബുദ്ധന്റെ ജീവിതത്തിലെ സംഭവങ്ങളും കഥകളും ചിത്രീകരിക്കുന്ന മനോഹരമായ ടിബറ്റൻ ശൈലിയിലുള്ള ചുവർച്ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ ഒരു വർഷം മുഴുവൻ കത്തുന്ന 2 വലിയ എണ്ണവിളക്കുകളുണ്ട്. പ്രശാന്തമായ അന്തരീക്ഷം, ധ്യാനിക്കാനും ആത്മപരിശോധന നടത്താനും പറ്റിയ പ്രശാന്തമായ അന്തരീക്ഷം ഇവിടെയുണ്ട്. സന്യാസിമാർ മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രാർത്ഥനാചക്രങ്ങൾ കറക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് സാധാരണയായി പ്രവേശനം. പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ രാവിലെ 7 മണിക്ക് മുൻപ് എത്താവുന്നതാണ്. മൊണാസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ ഫീസ് ഇല്ല. എന്നാൽ അകത്ത് ഫോട്ടോ എടുക്കാൻ ഫീസ് ഈടാക്കാം. വീഡിയോ റെക്കോർഡിംഗിന് 50 ഫീസ് ഉണ്ട്. ഈ സ്ഥലം ഒരു ആരാധനാലയമായതിനാൽ മാന്യമായ വസ്ത്രം ധരിക്കുന്നത് ഉചിതമാണ്. തോളും കാൽമുട്ടും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഖൂം മൊണാസ്ട്രിക്ക് ചുറ്റും പ്രാർത്ഥനാ പതാകകളും ബുദ്ധന്റെ ചിത്രങ്ങളും തങ്കകളും ചുവർച്ചിത്രങ്ങൾ വിൽപ്പനയ്ക്കുള്ള കടകളും ഉണ്ട്. ഖൂം മൊണാസ്ട്രിക്ക് സമീപം നിരവധി ആകർഷണങ്ങളുണ്ട്. അവയിൽ ചിലത്: റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ, ബാറ്റാസിയ ലൂപ്പ്, റെയിൽവേയുടെ ഒരു ലൂപ്പ്, ഹിമാലയൻ മൗണ്ടേറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലാംഹട്ട വില്ലേജ്, ഡാർജിലിംഗിൽ നിന്ന് 6 കിമി അകലെയാണ് ഖൂം മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. കാർ, ടാക്സി, ഷെയർ ചെയ്ത ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളിൽ ഇവിടെ എത്താം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ടോയ് ട്രെയിൻ വഴി ഖൂം റെയിൽവേ സ്റ്റേഷനിലെത്തി നടന്ന് മൊണാസ്ട്രിയിലെത്തുന്നത് ഒരു വേറിട്ട അനുഭവമാണ്. ഖൂം മൊണാസ്ട്രി ഡാർജിലിംഗിലെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കൂടാതെ സമാധാനവും ആത്മീയതയും തേടുന്നവർക്ക് ഒരു മികച്ച സന്ദർശന സ്ഥലവുമാണ്. Ghum Monastery. The Ghum Monastery, also known as Yiga Choiling Monastery, is a Tibetan Buddhist monastery located in Ghum, near Darjeeling. It's known for its 15-foot, 4.6 m, high statue of the Maitreya Buddha and was established in 1850 by the Mongolian monk Sokpo Sherab Gyatso. The monastery follows the Gelugpa or Yellow Hat sect. While the Japanese Peace Pagoda is a separate structure in Darjeeling, it was built under the guidance of Japanese Buddhist monk Nichidatsu Fuji and inaugurated in 1992. Here is a more detailed look. Point Ghum Monastery, Yiga Choiling. Point founded in 1850 by Sokpo Sherab Gyatso. Point belongs to the Gelugpa, Yellow Hat, sect. Point features a large statue of the Maitreya Buddha. Point the monastery served as the residence of the abbot until 1905. Point Japanese Peace Pagoda. Point built under the guidance of Nichidatsu Fuji, founder of the Nippon Zanmiji Buddhist order. Point foundation stone laid in 1972, inaugurated in 1992. Point a separate structure from the Ghum Monastery.